കാസ്റ്റ് പ്രിവിലേജിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ പിന്നെ നവോത്ഥാനത്തെക്കുറിച്ചും ഈ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ഒക്കെ പൊതുവെ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ പ്രിവിലേജ് എപ്പോൾ ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അതിനെപ്പോൾ പിന്നെ മുറിവ് തട്ടുന്നു, അത് പ്രതീകാത്മകമായിട്ട് പോലും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് പിന്നെ വേറൊരു ജാതിക്കാരൻ ഇരുന്നു കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടാവുന്ന അപമാനവും അല്ലെങ്കിൽ അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അയാളുടെ ഒരു ജാതി മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ അഭിമാനക്ഷതവും ഒക്കെ വേറൊരു വശത്താണെങ്കിൽ പോലും ഇതെന്ന് വെച്ചാൽ പൊതുവെ സിംബോളിക്കായിട്ട് പോലും അതിൻ്റേതായിട്ടുള്ള ബിംബങ്ങൾക്ക് ഉണ്ടാകുന്ന അപമാനം പോലും ഇവർ വലിയ അപമാനമായി എടുക്കാൻ കഴിയും വിധം ജാതി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, അത് നമ്മുടെ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അത് അത്ര ഐഡൻറ്റിഫയബിൾ അല്ല. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ എത്ര അതിനെ ഡിഫൈൻ ചെയ്യാനും എത്ര അതിനെ പിന്നെ കണ്ടെത്താനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയാലും ആ നടത്തുന്ന ആളുകളുടെ പ്രിവിലേജ് പോലും എവിടെയോ ആ പ്രക്രിയയെ ബാധിക്കുന്ന തരത്തിലുള്ള സംഗതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ജാതിയുടെ ഒരു സ്വഭാവം അതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ജനറ്റിക്കലായിട്ട് ജാതി എന്ന് പറയുന്ന സാധനം അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിളക്ക്, നമ്മളൊരു സ്ഥലത്ത് നിലവിളക്ക് വെച്ചിട്ട് ഒരു പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ആളുകൾക്ക് ഒരു പ്രശ്നവും തോന്നില്ല. അതെന്തുകൊണ്ടാണ്? നിലവിളക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം അല്ലാതാവുന്നത്? ഞാൻ പറയുന്നത്, നിലവിളക്ക് കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമുക്കൊരു കുഴപ്പമില്ലാതെ കാണാം. പക്ഷേ നിലവിളക്കുള്ള ഒരു സ്ഥലം ഒരു പ്രത്യേകമായ ഒരു പരിവേഷമുള്ള സ്ഥലമായി മാറുകയാണ്. അതെന്തോ ഒരു ഔന്നത്യമുള്ള സ്ഥലമായി മാറുകയാണ്, വിശുദ്ധമായ ഒരു സ്ഥലമായി മാറുകയാണ്. ഈ നിലവിളക്കുകൾക്കൊക്കെ ഈ നിലവിളക്കുകളൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതിന് അപവാദമായി വരുന്നതെല്ലാം അത് മാറ്റി നിർത്തേണ്ടതാണ്. ചെരുപ്പിട്ട് അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല, മറ്റേ ലൈറ്റർ വെച്ച് അത് കത്തിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും വരും. അപ്പോൾ ഇത് മുഴുവൻ ഇതിനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ ഫ്യൂഡൽ കാഴ്ചപ്പാട്, ഈ സവർണ മേധാവിത്വത്തിൻ്റെ, ഈ മാടമ്പിത്തരത്തിൻ്റെ ഭാഗമായി വന്ന സാധനങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അത് നിലവിളക്ക് എന്ന് പറയുന്നത് ഒരു പുതിയ കാല ഒരു സംഗതിയും അതിന് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ സംഗതി ഒന്നുമല്ല. ഇത് ഒരു കാലഘട്ടത്തിൽ നിന്ന് ചരിത്രപരമായി മുന്നോട്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സിമ്പലാണ് ഈ നിലവിളക്ക്. എല്ലാ ചടങ്ങുകളിലും പരിശുദ്ധമാക്കപ്പെടാൻ നിലവിളക്കാണ് വേണ്ടത് എന്നൊരു സങ്കല്പമൊക്കെ എങ്ങനെ വന്നു? അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അവിടെ IM വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വേണം, അത് ഉണ്ടാക്കണം, അയാൾ ചെരുപ്പിട്ടിട്ട് വേണമായിരുന്നു നിലവിളക്ക്, ചെരുപ്പ് ഊരിയിട്ട് വേണമായിരുന്നു നിലവിളക്കിൻ്റെ അടുത്തേക്ക് പോകാനെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് അവിടെ വെച്ചിരുന്നാൽ മതി എന്നാണ് വിജയം പറയേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സാധനമൊക്കെ അവിടെ വെച്ചിരുന്നാൽ മതി, എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചെയ്യും, അത് നിങ്ങൾ നിലവിളക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ഇല്ലെങ്കിലും എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ പെരുമാറും എന്ന് പറയാനുള്ളതേ ഉള്ളൂ. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സംഗതിയല്ല, അത് നമ്മുടെ സമൂഹത്തിൽ വളരെ അടിയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ബോധത്തിൻ്റെ, ജാതി വിവേചനം എന്നല്ല ഞാൻ പറഞ്ഞത്, ജാതി ബോധത്തിൻ്റെ ഒരു പ്രകാശനമായിട്ടാണ് ഈ സന്ദർഭത്തെ കാണുന്നത്.